Dear friends, welcome to all. This is Srikumar with you. നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ അതിനു വേണ്ടി നമ്മൾ വീണ്ടും ഒരുപാട് ഗ്രാമറുകൾ, അതായത് ടെൻസുകൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഈ ഗ്രാമർ പഠിച്ചാൽ തീരില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. നേരത്തെ പഠിച്ചത് മറന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. അതിന് പകരമായിട്ട് തൽക്കാലം ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമറെല്ലാം അവിടെ വെച്ച് നിർത്തിയിട്ട് അറിയാമെന്നുള്ളത് വെച്ച് കുറേ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം കുറേ കാര്യങ്ങൾ പറയാൻ നമുക്ക് പറ്റും. ഏതായാലും നമുക്ക് ഒരു സിമ്പിൾ വീഡിയോ നോക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും വലിയ പ്രശ്നങ്ങളില്ലാതെ കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയാൻ പറ്റുമെന്ന്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ദയവ് ചെയ്ത് ആ ജന്നൽ ഒന്ന് തുറക്കൂ. എങ്ങനെ ഇംഗ്ലീഷ് പറയും? പ്ലീസ് ഓപ്പൺ ദി വിൻഡോ. തീർന്നു, ഇത്രയേ ഉള്ളൂ. അകത്ത് ഭയങ്കര ചൂടാണ്. ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻസൈഡ്. വെരി ഹോട്ട് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചൂടാണ് അകത്തെന്ന് അർത്ഥമാവും. ഇറ്റ് ഈസ് എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിന് വേണ്ടി സെൻറ്റൻസിന് മുമ്പിൽ ചേർക്കുന്ന. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻസൈഡ്. അകത്ത് ഭയങ്കര ചൂടാണ്. എന്തിനാണ് നമ്മൾ ജനൽ തുറക്കുന്നത്? ഫ്രഷ് എയർ അകത്തോട്ട് വരാൻ ഒന്ന് അനുവദിക്കൂ. ഫ്രഷ് എയർ അകത്തോട്ട് വരാൻ ഒന്ന് അനുവദിക്കൂ. അലോ ഫ്രഷ് എയർ ടു കം ഇൻ. അലൗ ഫ്രഷ് എയർ ടു കം ഇൻ. അലൗ അനുവദിക്കുക. കമ്മിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും കേൾക്കുന്നതാണ്. കഥകളൊക്കെ തട്ടുമ്പോഴത്തേക്ക് കമ്മിൻ എന്ന് പറയില്ല. അകത്തോട്ട് വരിക, അകത്തോട്ട് വരാൻ അനുവദിക്കുക. ദാറ്റ് വിൽ ഗീവ് യു സം റിലീഫ്. അത് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം തരും. റിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം. റിലീഫ് ക്യാമ്പുകൾ നമ്മൾ കേട്ടില്ലേ? വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്ക് റിലീഫ് ക്യാമ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്തു എന്ന് ന്യൂസിൽ കേൾക്കാറുണ്ട്. റിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം. അപ്പം ആശ്വാസത്തിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ക്യാമ്പുകളാണ് റിലീഫ് ക്യാമ്പുകൾ. അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ് റിലീഫ്, ആശ്വാസം. ഇനി നമുക്കിതെല്ലാം ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ഒന്ന് ജനൽ തുറക്കുക. അകത്ത് ഭയങ്കര ചൂടാണ്. എയർ അകത്ത് വരട്ടെ, അത് കുറച്ച് ആശ്വാസം കിട്ടും എന്ന് നമുക്ക് ഒന്നിച്ച് പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്കാം. പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻസൈഡ്. അലോ ഫ്രഷ് എയർ ടു കം ഇൻ. ദാറ്റ് വിൽ ഗീവ് യു സം റിലീഫ്. ഇത്രയും പറഞ്ഞാൽ ഇംഗ്ലീഷായി. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട്, അതായത് ജനൽ തുറക്കരുത് എന്ന് പറയണമെങ്കിലോ, ഡോണ്ട് ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. ജനൽ തുറക്കരുത്, ദയവ് ചെയ്ത് ജനൽ തുറക്കരുത്. ഡോണ്ട് ഓപ്പൺ ദി വിൻഡോ പ്ലീസ്. വെരി കോൾഡ് ഔട്ട്സൈഡ്. വെളിയിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ തണുത്ത എയർ വരും. അതാണ് ഡോണ്ട് ഓപ്പൺ ദ വിൻഡോ പ്ലീസ്, വെരി കോൾഡ് ഔട്ട്സൈഡ്. അപ്പം അങ്ങനെ നമുക്ക് പറയാം. ഇത്രയും വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അതായത് ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾ വഴി ചോദിക്കും, നേരെ പോവുക, ഗോ സ്ട്രൈറ്റ്. ആ സിഗ്നലിൻ്റെ അവിടെ ചെന്നിട്ട് വലതോട്ട് തിരിയുക. അറ്റ് ദ ഫസ്റ്റ് സിഗ്നൽ, ആ ഫസ്റ്റ് സിഗ്നലിൻ്റെ അവിടെ ചെന്നിട്ട് ടേക്ക് എ റൈറ്റ് ടേൺ, അല്ലെങ്കിൽ ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാലും മതി. ഫസ്റ്റ് സിഗ്നലിൻ്റെ അവിടെ ചെന്നിട്ട് റൈറ്റിലേക്ക് തിരിയുക. പിന്നെ എന്ത് ചെയ്യുക? പിന്നും ഒരു 200 മീറ്റർ നടക്കുക. എഗെയിൻ വാക്ക് ഫോർ 200 meters. പിന്നെ വീണ്ടും ഒരു 200 മീറ്റർ നടക്കുക. അത്രയായല്ലോ. ദെൻ യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ റൈറ്റ് നിയർ എ ടെമ്പിൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ലക്ഷ്യസ്ഥാനം, ഓൺ ദ റൈറ്റ് സൈഡിൽ ഒരു ടെമ്പിളിനടുത്ത് ആകുന്നു. അല്ലെങ്കിൽ ദെൻ യു ക്യാൻ ഫൈൻഡ് യുവർ ഡെസ്റ്റിനേഷൻ നിയർ എ ടെമ്പിൾ. ഇത്രയും പറഞ്ഞുകൂടി. ഗോ സ്ട്രൈറ്റ് അറ്റ് ദ ഫസ്റ്റ് സിഗ്നൽ, ടേക്ക് എ റൈറ്റ് ഹാൻഡ്, എഗെയിൻ വാക്ക് ഫോർ 200 മീറ്റർ. പിന്നും എഗെയിൻ വീണ്ടും ഒരു 200 മീറ്റർ നടക്കുക. ദെൻ യുവർ ഡെസ്റ്റിനേഷൻ, ലക്ഷ്യം, ഈസ് ഓൺ ദ റൈറ്റ്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന സ്ഥലം റൈറ്റ് സൈഡിൽ, നിയർ എ ടെമ്പിൾ. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പം നേരത്തെ പറഞ്ഞതെല്ലാം മാറി. ഇനി വേറൊരു കാര്യമാണ്. ആ ജീപ്പിൻ്റെ മുകളിൽ നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുക. ഒരാൾ ജീപ്പിൻ്റെ മുകളിൽ നിൽക്കും. ഇനി ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് അടുത്തേക്ക് പോകും. ഹു ഈസ് ദ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ജീപ്പ്? ജീപ്പിൻ്റെ മുകളിൽ നിൽക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് അവനെ അറിയില്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് ചോദിക്കും, ഡോണ്ട് യു നോ ഹിം. നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുക. ഡോണ്ട് യു നോ അറിയില്ലേ എന്നാവും. ഡു യു നോ അറിയാമോ എന്നാവും.
ഡോണ്ട് യു നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലേ എന്നാവും. ഡോണ്ട് യു നോ ഹിം. അപ്പോൾ മറ്റേ ആൾ വീണ്ടും ചോദിക്കണം ഹൂ ഈസ് ഹി, അവൻ ആരാകുന്നു. അല്ലെങ്കിൽ വാട്ട് ഈസ് ഹിസ് നൈം, അവൻ്റെ പേരെന്താ. ഹൂ ഈസ് ഹി, വാട്ട് ഈസ് ഹിസ് നൈം. എവരി വൺ നോസ് ഹിം. അപ്പോൾ മറ്റേ ആൾ പറയണം എവരി വൺ നോസ് ഹിം, അവനെ എല്ലാവർക്കും അറിയാം. ഹീ ഈസ് ശ്രീ അണ്ണാമലൈ, ദ പാർട്ടി ചീഫ് ഓഫ് തമിഴ്നാട് BJP. തമിഴ്നാട് BJPയുടെ പാർട്ടി ചീഫാണ്. ഇതെന്തിനാണിത് പറഞ്ഞതെന്ന് അല്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഹീ ലുക്സ് ലൈക്ക് ആൻ ഓർഡിനറി മാൻ, ഒരു സാധാരണ മനുഷ്യനെ പോലെ തോന്നുന്നു. ഹീ ലുക്സ് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തോന്നുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഹീ വന്നുകൊണ്ടാണ് ലുക്സ് എന്ന് പ്രയോഗിച്ചത്. ലുക്ക് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തോന്നുന്നു എന്നാണ് എൻ്റെ മീനിങ്. ഹീ വന്നുകൊണ്ട് രസ് വിളിച്ചത്. ഹീ ലുക്സ് ലൈക്ക് ആൻ ഓർഡിനറി മാൻ. യെസ് ഇറ്റ് ഈസ്, ശരിയാണ്, അങ്ങനെ ആവുന്നു. യെസ് ഇറ്റ് ഈസ്, അങ്ങനെ ആവുന്നു. ഹാവ് യു ഹാഡ് ഹിസ് സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടിട്ടുണ്ടോ. ഹാവ് യു ഹാഡ് HEARD, അത് ഹിയർ ഹാഡ് ഹാഡ്, അത് ഹിയർ എന്ന് പറയുന്ന കേൾക്കുക എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. ഹാവ് കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് വെർബിൻ്റെ മൂന്നാമത്തെ ഫോമേ ഉപയോഗിക്കാം. അപ്പോൾ അത് ഹീഡ് എന്ന് വായിക്കരുത്, ഹാഡ് എന്ന് വേണം വായിക്കാം. ഹാവ് യു ഹാഡ് ഹിസ് സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടിട്ടുണ്ടോ. നോ ഐ ഹാഡ്, ഇതുവരെയും ഇല്ല. നോ ഐ ഹാവിൻറ്റ് എറ്റ്, എട്ടെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെയും, എങ്കിലെന്നർത്ഥമുണ്ട്. ഇവിടെ നമ്മൾ ഇതുവരെയും ഇല്ല. നോ ഐ ഹാവിൻറ്റ് എറ്റ്. അപ്പോൾ ഇതുവരെ ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ ഹാവിൻറ്റ് എറ്റ്, ഇതുവരെയും ഇല്ല. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അണ്ണാമലയുടെ ആ പ്രസക്തി വരുന്നത്. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് ജസ്റ്റ് ലിസൺ ഹിസ് സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ശ്രദ്ധിക്കുക. ഹീ ഈസ് എ വെൽ ക്വാളിഫൈഡ് പേഴ്സൺ, അദ്ദേഹം നല്ല ക്വാളിഫിക്കേഷനുള്ള ഒരാളാണ്. ഹീ യൂസസ് വെരി സിമ്പിൾ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹീ യൂസസ് വെരി സിമ്പിൾ ലാംഗ്വേജ്. എവരി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, എല്ലാവർക്കും അത് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകൾ സിമ്പിൾ ലാംഗ്വേജാണ്, നമുക്ക് എളുപ്പം അബ്സോർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെത് കേൾക്കുക, അതുപോലുള്ള പലതും കേൾക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാർട്ടി അഫിലിയേഷൻ നമ്മൾ നോക്കണ്ട. ഇനി ഇതൊന്നുമല്ല, വേറൊരാൾ വീട്ടിലേക്ക് വിളിക്കുകയാണ്, അതിനെ തുടർന്നുള്ള ഒരു രസകരമായ സംഭവമാണ്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതായത് ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് ഞാൻ ഇവിടെ എടുത്തത്. ഐ ഡയൽഡ് ഹോം, ഞാൻ വീട്ടിലേക്ക് ഡയൽ ചെയ്തു. ഐ ഡയൽ ടു ഹോം എന്നാണ് പറയാൻ നമുക്ക് തോന്നുന്നത്. ടു വേണ്ട, ഹോമിന് മുമ്പിൽ ടു ഉപയോഗിക്കാൻ പാടില്ല. അത്രയും മനസ്സിലാക്കുക. 4 ഇറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സൗണ്ട് കേട്ടു. മൈ ഫാദേഴ്സ് വോയിസ് കെയിം എക്സാക്ട്ലി ആഫ്റ്റർ 4 rings. 4 റിങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേട്ടു. ഐ കെപ്റ്റ് സൈലൻറ്റ്, ഞാൻ മിണ്ടാന്നു. ഈ കീപ്പിൻ്റെ പാസ്റ്റാണ് കെപ്റ്റ്. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റെന്ന്. കീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൂക്ഷിക്കുക. അതുകൂടാതെ തുടരുക, തുടർന്ന് പോവുക, തുടർന്നു കൊണ്ടേയിരിക്കുക. ഇങ്ങനെ 38ഓളം മീനിങ്ങുകൾ അതിനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള 1-2 പഠിക്കുക, പിന്നെ വീണ്ടും ആവശ്യമുള്ളൂ പുതിയത് അതിൻ്റെ ഉള്ളിൽ ചേർക്കുക. അതായിരിക്കും നല്ലത്. ഐ കെപ്റ്റ് സൈലൻറ്റ്, ഞാൻ സൈലൻ്റായി തുടർന്നു. കാരണം എന്താണ്? ഐ ഡിഡൻറ്റ് വാണ്ട് ടു സ്പീക്ക് വിത്ത് ഹിം, എനിക്ക് അദ്ദേഹത്തോട്, അച്ഛനോട് സംസാരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഐ ഡിഡൻറ്റ് വാണ്ട്, ഞാൻ ആഗ്രഹിച്ചില്ല. ഐ ഡിഡൻറ്റ് വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ചില്ല. ഐ വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഐ വാണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ചു. ഐ കെപ്റ്റ് ദ ഫോൺ ഡൗൺ, ഞാൻ ഫോൺ താഴെ വെച്ചു. ഐ കെപ്റ്റ് ദ ഫോൺ ഡൗൺ. പിന്നെ എന്ത് പറ്റി? പ്രിൻറ്റഡ് ദ ബിൽ. ഇപ്പോൾ പ്രിൻ്റർ എന്ത് ചെയ്യും? അതിലൊരു ആഴകാക്കും ബില്ല് വരും. പ്രിൻറ്റഡ് ദ ബിൽ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഷോപ്പ് കീപ്പർ എന്ത് പറയും? ഷോപ്പ് കീപ്പർ സെറ്റ്. മിസ്ഡ് കണക്ഷൻ, മിസ്സായൊരു കണക്ഷൻ. അതറിയാമല്ലോ, കണക്ഷൻ കിട്ടിയില്ല, മിസ്ഡ് കണക്ഷൻ. അപ്പോൾ കണക്ഷനായി എന്നാൽ കിട്ടിയില്ല. അപ്പോൾ ബില്ല് വന്നു, പൈസ കൊടുക്കും. ഷോപ്പ് കീപ്പർ എന്തായിരിക്കും? നിങ്ങൾ പൈസ തരേണ്ടതുണ്ട്. ഷോപ്പ് കീപ്പർ സെറ്റ് മിസ്ഡ് കണക്ഷൻ, യു ഹാവ് ടു പേ, നിങ്ങൾ പൈസ തരേണ്ടതുണ്ട്. ഹാവ് ടു, ചെയ്യേണ്ടതുണ്ട്. ഐ നോഡഡ്, ഞാൻ തലകുലുക്കി. നോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ തലകുലുക്കുക. നോഡഡ്, തലകുലുക്കി. ഐ നോഡഡ് ആൻഡ് ഡയൽഡ് അഗെയിൻ, തലകുലുക്കിയിട്ട് പിന്നും ഡയൽ ചെയ്തു. ഐ ഡയൽഡ് അഗെയിൻ. മൈ മദർ ടുക്ക് ദ ഫോൺ, എൻ്റെ അമ്മ ഫോൺ എടുത്തു.
അപ്പോൾ അവൻ പറയുകയാണ്, ഐ ടോൾഡ് യു മെനി ടൈംസ്, ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ 10 മണിക്ക് ശേഷം ഫോണിനടുത്ത് ഉണ്ടാവണം. അമ്മയടുത്ത് പറയുകയാണ്, യു ഷുഡ് ബി നിയർ ദ ഫോൺ ആഫ്റ്റർ 10. 10 മണിക്ക് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ അടുത്ത് ഉണ്ടാവണം. ഐ ടോൾഡ് യു മെനി ടൈംസ്, ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്യണം. അങ്ങനെയൊക്കെ പറയാനായിട്ട് ഈ സെൻറ്റൻസ് നമുക്ക് ഉപയോഗിക്കാം. സോറി, യുവർ ഫാദർ വാണ്ടഡ് ടു ടോക്ക് ടു യു. നിൻ്റെ അച്ഛൻ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. സോ ഹി ടുക്ക് ദ ഫോൺ, അതുകൊണ്ടാണ് അദ്ദേഹം ഫോൺ എടുത്തത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഇംഗ്ലീഷാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതെന്ന് ശ്രമിക്കുക. ഇതേപോലത്തെ വീഡിയോകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ്.